സെറമണി ഉണ്ട്. എല്ലാ ഭാരവാഹികളെയും FMKയുടെ എല്ലാ ഭാരവാഹികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഇനാഗുറേഷൻ സെറമണിക്കായിട്ട്. ഇനാഗുറേഷൻ സെറമണി കഴിഞ്ഞു. നമ്മുടെ FMKയുടെ പ്രസിഡന്റിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ വെൽക്കം സ്പീച്ചിനായിട്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഈ വർഷത്തെ ഈസ്റ്റർ വിഷു ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റായി, പലരെയും പ്രതീക്ഷിച്ച് നമ്മൾ ഒത്തിരി നേരം 1.5 മണിക്കൂർ നമ്മൾ ലേറ്റായിട്ടുണ്ട്. കുറേയേറെ പ്രോഗ്രാം നമുക്കുണ്ട്. നമുക്ക് 11 മണിക്കത്തെ ഹോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഈ വർഷത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ 2019 നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നമ്മൾ തുടങ്ങിയത്. അതിനു മുമ്പ് ചെറിയ ചെറിയ കൂട്ടായ്മ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു വേദി വേണമെന്നും നമ്മൾ എല്ലാവർക്കും കൂടാൻ ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു കൂട്ടായ്മ നമുക്ക് തുടങ്ങിയത്. നമ്മൾ 2019 തുടങ്ങുമ്പോൾ ഏകദേശം 26ഓളം ഫാമിലികളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഈ വർഷം നമുക്ക് ഏതാണ്ട് 55ഓളം ഫാമിലി നമുക്ക് നമ്മുടെ ഈ അസോസിയേഷനിലുണ്ട്. അത് ഈ പോൾട്രിക്ക് മാത്രമല്ല, നമ്മുടെ സ്റ്റെർലിംഗ്, അലോവ, ബോണസ്, ആൽവ എന്നീ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ അസോസിയേഷനിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കൂടി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങുകയാണ്. നന്ദി, നമസ്കാരം. ഒരു മെസ്സേജ് തരാനായിട്ട് നമുക്ക് ലിസി വരുന്നുണ്ട്. അതിന്റെ പിന്നാലെ നമുക്ക് ഈസ്റ്റർ വിഷ്വൽ സ്കിറ്റും വിഷുക്കണിയും നമുക്ക് എൻജോയ് ചെയ്യാം. So next we can welcome Lizzie onto the stage for an Easter visual speech. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ പ്രസിഡന്റും യോഗ അധ്യക്ഷനുമായ റോബിൻ, അതുപോലെ തന്നെ സെക്രട്ടറി മെൽവിൻ, മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങളും, അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഈ പ്രോഗ്രാമിനെ അതിമനോഹരമാക്കാനായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ സാന്നിധ്യവും, അതുപോലെ തന്നെ പ്രോഗ്രാം മനോഹരമാക്കുവാൻ നമുക്ക് വേണ്ടി കൊച്ചു കൊച്ചു പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനായിട്ടും ഒത്തിരി പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനം. നമുക്കെല്ലാം അറിയാം, ഉയിർപ്പ് എന്ന് പറഞ്ഞാൽ ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇന്ന് നമ്മളിവിടെ ഈ ആഘോഷം ഈസ്റ്ററും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വിഷുവും ഈസ്റ്ററും എപ്പോഴും പുതു സ്വഭാവമുള്ള ഒരു കാര്യമാണ്. ദേവാദിദേവനായ ദൈവം തൻ്റെ എല്ലാ മഹത്വവും ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനായി പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്ത് വന്നു. നമ്മൾക്ക് ഹൈന്ദവ സമൂഹം പറയുന്നത് പോലെ, ഹൈന്ദവ
പുരാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പരിത്രാണായ അമുന്ന സമുധാനം വിനാശായ ചതുർത്ഥിതാം ധർമ്മസംസ്ഥാനായ സംഭവാമി യുഗേ യുഗേ. അതെ, നമ്മൾക്ക് ഇതിൻ്റെ അർത്ഥം തന്നെ തമ്പുരാൻ ദൈവം ഓരോ കാലഘട്ടത്തിലും മനുഷ്യനായ ഏതെങ്കിലുമൊക്കെ രൂപത്തിലൂടെ ഈ ലോകത്തിൽ വന്ന് ഈ ലോക ജനതയെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തമ്പുരാനായ ദൈവം ഈ ലോകത്തിൽ സത്യത്തിൻ്റെ രൂപമായി വന്നു. ഈ സത്യത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ തിന്മയുടെ ശക്തികൾ ശ്രമിക്കുന്നതാണ് ചരിത്രം. ഈ തിന്മയ്ക്കോ അതിൻ്റെ അധികാരത്തിനോ ആധിപത്യങ്ങൾക്കോ അവർ കൊടുക്കുന്ന കുരിശിനോ ആണിക്കോ കല്ലറയ്ക്കോ ഒന്നും ഈ സത്യദൈവത്തെ മറച്ചു വെക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനെല്ലാം ഉപരി മഹത്വത്തിൻ്റെ ഒരു ഉയർപ്പുണ്ട്. ഈ ഉയർപ്പ് നമുക്ക് തരുന്നത് പ്രത്യാശയുടെ തിരുനാളങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ മാനവരായ മനുഷ്യരാശികൾ ദുഃഖത്തിൻ്റെയും വെറുപ്പിൻ്റെയും സഹനങ്ങളുടെയൊക്കെ അടിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ക്രിസ്തു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു. ആ പ്രതീക്ഷയുണ്ടെങ്കിൽ ഏത് ദുഃഖത്തെയും പ്രതിസന്ധികളെയും ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്നതും. അതുപോലെ അതൊരു അനുഗ്രഹമാണ്, ആവേശമാണ്, ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും യോജ്യവുമാണ്. ഇനി എന്തുകൊണ്ടാണ് വിഷു ഇതിനോടനുബന്ധിച്ച് വരുന്നത് ഒരു പൊതു സ്വഭാവമാണ് എന്ന് നാം പറയുന്നത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ, വിഷു എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഹൈന്ദവ പുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അസുരനെ വധിച്ച ശ്രീകൃഷ്ണന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് വിഷു എന്ന്. അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ തിന്മയെ ഇല്ലായ്മ ചെയ്ത ഒരു വലിയ വിജയം, അതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു കൊയ്ത്ത് പെരുന്നാളാണെന്നോ കാർഷിക ഉത്സവമാണെന്നോ ഒക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്തായിരുന്നെങ്കിലും മനുഷ്യർ ഒത്തിരി ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾ അതെല്ലാം സംഭരിച്ചു വെക്കും. അത് വരാനിരിക്കുന്ന വർഷത്തിൻ്റെ വലിയ സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ നാളുകളായിട്ടാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അടയാളം കൂടിയാണ് വിഷു. കാർഷിക ഉത്സവമാണ്, കേരളത്തിൻ്റെ ഒരു കൊയ്ത്ത് പെരുന്നാളാണ്. എല്ലാറ്റിലും ഉപരി അസുരനെ വധിച്ച ശ്രീകൃഷ്ണന്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് വിഷു എന്ന് പറയുമ്പോൾ. നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ? അതാ പ്രകൃതി ഭംഗിയല്ലേ? ആ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണല്ലേ നമ്മുടെ കണിക്കൊന്നയൊക്കെ കാണാനായിട്ട്. ആ കണിക്കൊന്ന കാണുമ്പോൾ തന്നെ അതിൻ്റെ പൂക്കൾ പ്രകൃതി നമുക്ക് കാണിച്ചു തരുമോ, ഇതാ നമ്മുടെ ഈ സമൃദ്ധി കടന്നു വന്നിട്ടുണ്ട്, ഐശ്വര്യം വരുന്നുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ, ഒരു പുലരും മുമ്പേ തന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കണ്ണെല്ലാം അടച്ച് ഇങ്ങനെ അമ്മ വന്ന് കണ്ണടച്ചു വെക്കും. എന്നിട്ട് അവർ പോയി ഒരു വലിയ ദൃശ്യം കാണും, മനോഹരമായ ഒരു ദൃശ്യം. അത് തന്നെയാണ് ഇപ്പം ഇവിടെ വച്ചിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ പൊന്നാണയം, ഒരു ഓട്ടുരുളിയിൽ കുറച്ച് ഫലങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെ അതിൽ ഒരു കൃഷ്ണന്റെ രൂപമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു വലിയ മനോഹര ദൃശ്യം മനുഷ്യർ കാണുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലെ ഐശ്വര്യവും സമൃദ്ധിയുമാണ്. പിന്നീട് കടന്നു വരുന്നതാണ് നമ്മൾ വിഷുക്കൈ നീട്ടം. വിഷുക്കണി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം വിഷുക്കൈ നീട്ടത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ കടന്നു വരുന്ന നമ്മുടെ കാരണവന്മാരായിട്ടുള്ളവരെല്ലാം നമ്മുടെ കൈകളിലേക്ക് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ 2 രൂപ കോയിൻ വെച്ച് തരും, 5 രൂപ കോയിനൊക്കെ വെച്ച് തരും. അതെന്താന്ന് വെച്ചാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാകാൻ പോകുന്ന സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതിനിധാനങ്ങളാണ്. അപ്പം നമ്മൾ വിഷുവും ഈസ്റ്ററും ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അനുഗ്രഹങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ വരും നാളുകളെ
നമ്മുടെ തടസ്സങ്ങളിൽ, കുറവുകളിൽ എല്ലാം നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം. അപ്പോൾ നമുക്ക് ഇതിനേക്കാളൊക്കെ ഉപരി ഇന്ന് നമ്മൾ ഫോൾക്രിക് അസോസിയേഷൻ ഇതാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈസ്റ്ററും വിഷുവും നമ്മുടെ അതിൻ്റെ ലോഗോയിൽ തന്നെ കണ്ടില്ലേ, ഈശോയെയും കണ്ടു, സെയിം നമ്മൾ കൃഷ്ണനെയും കണ്ടു അല്ലേ. അപ്പം അത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താ, ഭരണഘടനയിൽ പറയും, നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കൾ ഇവിടെ ഇരിക്കുന്നവരൊന്നും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ ഭരണഘടന അറിയാത്തവരായി മുതിർന്നവരായിട്ട് ഇവിടെ ആരും കാണത്തില്ല. അപ്പൊ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മതേതരത്വം, സാഹോദര്യം. അതെ, ഇന്ന് നമ്മുടെ ഫോൾക്രിക് അസോസിയേഷൻ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മ. അത് മറ്റെന്തിനേക്കാളും അപ്പുറമാണ്. അവിടെ ജാതിക്കോ വർണ്ണത്തിനോ മതവിശ്വാസങ്ങൾക്കോ അതല്ലെങ്കിൽ സ്വഭാവ വൈരുദ്ധ്യത്തിനോ കുറച്ചുകൾക്കോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ ഒത്തൊരുമിച്ച് നമ്മൾ പോവുക. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്നും സമാധാനവും സന്തോഷവും ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും ഈസ്റ്റർ വിഷു ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കറിയാം അവനിവിടെയില്ല. താൻ അരുളി ചെയ്ത പോലെ അവൻ ഉയർത്തപ്പെട്ടു. പ്രത്യാശയുടെ തിളക്കവും വിശ്വാസത്തിലുറച്ച സമാധാനവും സന്തോഷവും എല്ലാ മനസ്സുകളിലും നിറയട്ടെ. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വെറുകൂടെ മരിച്ചവരെ പോലെയായി.
മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായി. ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം വിഷുക്കണി സ്കിറ്റാണ്. അതിനായിട്ട് രേഷ്മയുടെ അമ്മയെ വിഷുക്കണി ദീപം കൊളുത്താൻ വിളിക്കുന്നു. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും വർണ്ണത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ.
പാട്ടിനായിട്ട് ഹാനയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സോളോ സോങ്. ആഫ്റ്റർ ദാറ്റ് ഗോപികയുടെ ഡാൻസ് ആണ് കേട്ടോ. പീപ്പിൾ പ്രേയർ. കേളടി മായന്നും കണ്ണൻ വിരുതാടു ജാലങ്ങൾ പാലുന്നു പയ്യെ പയ്യെ നവനീത ചോരൻ ഗോപാല ബാലയശോദേ
पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीं तारा धीं धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नामशतं मूल नतुलतो नापैननी चुपुआ बेला പാതുകം ധരിച്ചു യാത്ര ചെയ്തിടും തീ പിടിച്ച പാതുകം ധരിച്ചു യാത്ര ചെയ്തിടും പൂർവികർ പകർന്നു തന്നൊരാ ആത്മജ്വാലയേന്തിടും പൂർവികർ പകർന്നു തന്നൊരാ ആത്മജ്വാലയേന്തിടും പോരുക പായുക രക്തസാക്ഷിയാവുക പോരുക പായുക രക്തസാക്ഷിയാവുക ക്രൂശിതന്റെ ചങ്കിനോട് ചേർന്നു നമ്മൾ നീങ്ങുക ക്രൂശിതന്റെ ചങ്കിനോട് ചേർന്നു നമ്മൾ നീങ്ങുക പോരുക പായുക രക്തസാക്ഷിയാവുക പോരുക പായുക രക്തസാക്ഷിയാവുക ക്രൂശിതന്റെ ചങ്കിനോട് ചേർന്നു നമ്മൾ നീങ്ങുക ക്രൂശിതന്റെ ചങ്കിനോട്
ചേർന്നു നമ്മൾ നീങ്ങുക. യേശുവിന്റെ രാജ്യമെന്നും ഏകലക്ഷ്യമായിടും. യേശുവിന്റെ രാജ്യമെന്നും ഏകലക്ഷ്യമായിടും. തിരികയില്ല, പലരുകില്ല, മുന്നിലേക്ക് പോകണം. തിരികയില്ല, പലരുകില്ല, മുന്നിലേക്ക് പോകണം. ഓടുക, പായുക, രക്തസാക്ഷിയാവുക. ഓടുക, പായുക, രക്തസാക്ഷിയാവുക. ക്രൂശിതന്റെ ചങ്കിനോടും ചേർന്നു നമ്മൾ നീങ്ങുക. ക്രൂശിതന്റെ ചങ്കിനോടും ചേർന്നു നമ്മൾ നീങ്ങുക. അണിനിരയായി ചേരുക, ഒരുമയോടെ പോവുക. അണിനിരയായി ചേരുക, ഒരുമയോടെ പോവുക. അണിനിരയായി ചേരുക, ഒരുമയോടെ പോവുക. ഇടനെഞ്ചിലെ കനലാഴിമോ കൃപ കാട്ടിയ ക്രിസ്തുവിൻ രണഭൂമിയിൽ നിടവേകിട. ഓടുക, പായുക, രക്തസാക്ഷിയാവുക. ഓടുക, പായുക, രക്തസാക്ഷിയാവുക. ക്രൂശിതന്റെ ചങ്കിനോടും ചേർന്നു നമ്മൾ നീങ്ങുക. ക്രൂശിതന്റെ ചങ്കിനോടും ചേർന്നു നമ്മൾ നീങ്ങുക. ഓടുക, പായുക, രക്തസാക്ഷിയാവുക. ഓടുക, പായുക, രക്തസാക്ഷിയാവുക. ക്രൂശിതന്റെ ചങ്കിനോടും ചേർന്നു നമ്മൾ നീങ്ങുക. 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 டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு கண்ணம்மா பெண்ணாலே. டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரோசம்மா பெண்ணாலே. 1, 2, 1, 2, 3, go! பக்கத்துல வீட்டுல ரோசாம பெண்ணே கண்டா நல்லொரு டிஸ்கோந்திரி பெண்ணே. Bell bottom pants mitte, high heel shoes mitte, kudra pole kudadu penne. Lale lale, lale la lale la la lale, lale lale, la 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 lale la la lale, lale lale, lale la lale la la lale, lale lale, lale la lale la la lale. Halamati Habibu, Halamati Habibandale, Halamati Habibu, Halamati Habibanda, Halamati Habibu, Halamati Habibandale, Halamati Habibu, Halamati Habibu. Malama pita pita
പദതാളം സുകൃതതാളം ചഞ്ചലദ്രുത പദതാളം സുകൃതതാളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി പൊന്നഴകിനു മഴകാം മാധവമേ നിൻ കുമ്പിളിൽ നിറയും സ്വരമെവിടെ താം തനനനനനന ത്രിതല ജതികളുടെ ചഞ്ചല ദ്രുത പദതാളം സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം
pani mama saga nisa pani mama saga nisa pani mama tida daga din tari ki daga din tari ki da tom naach rahe gori tam ti tam te tare ki daga din tari ki daga din tari ki da tom naach rahe gori tam ti tam te tare ki daga din tari ki daga din बाजे पायल कहो छनन छनन बाजे पायल कहो छनन छनन बाजे पायल कहो छनन 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 तुम छनन 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 तुम छनन 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 तुम तो छनन 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 तुम तो छनन 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 दीन तरी निहित दीन तरी कीट तो नाच रहे गोरी ताम ती ताम ते तरी कीट दीन तरी निहित दीन पद्मनाभ तुम्हारी लीला क्या कहूँ मैं सावरो पद्मनाभ तुम्हारी लीला क्या कहूँ मैं सावरो ताप संकट हरणायो सो हमारो तुम करो ताप संकट हरणायो सो हमारो तुम करो तदिम तदिम तिरना तदिम दानी दानी तदिम तदिम तिरना तादित्तों तगनग दनि तदानि तगदानि दीम तगदानि दीम अलरि अलरि तगिद धाम धाम तगद धाम धानि तगद धाम धाम दीम 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 तनि अलरि धाम 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 तगदनि अलरि दीम 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 तगदि पुतनि अलरि दीम तरि की तगदी तरि की डतोम नाच रहे गोरी ताम की ताम ते ही तदे ताम ती ताम ते ही तदे ताम ती ताम ते ही तदे की डगदी तरि की डगदी
കാക്കയോട് കൊക്കുണ്ടായിരുന്നു. ആ കാക്കയ്ക്ക് കൊക്കിനോട് വല്ലാത്ത അസൂയായിരുന്നു. കഥയോ കൊക്ക് തന്നെ എടുത്തത് വല്ലാത്ത ശുദ്ധിയായിരുന്നു. ഒരു ദിവസം കാക്ക കൊക്കോട് ചോദിച്ചു, കൊക്കെ കൊക്കെ, ഇതേപോലെ ശുദ്ധിയാവാൻ എന്താണ് ചെയ്ത്? കൊക്ക് വച്ചു ഒരു പാത്രത്തിലെ ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ നീയും എന്നെ പോലെ ശുദ്ധിയാവും. അത് കേട്ട് കാക്ക അങ്ങനെ ചെയ്തു. എന്ത് സംഭവിച്ചെന്നറിയാമോ? പാവ കാക്ക കൊക്ക് വെച്ച് ചെയ്തു. പാവ കാക്ക കൊക്ക് വെച്ച് ചെയ്തു. എന്ത് സംഭവിച്ചെന്നറിയാമോ? കാക്ക പൊള്ളി ചത്തുപോയി. ഈ കരയിത് മനസ്സിലാക്കുന്ന ഗുണവാദം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയും അവസ്ഥയും അനുസരിച്ച് ജീവിക്കണം. ರಾವಣ ಹರಿಶಕೂಟ ಮತ್ತು ಒಂದು ರಾಕ್ಷಸರಾಡ ವೀರ್ಯ ಕೊತ್ತನಾಡಿ ಶೌರ್ಯ ಮುಟ್ಟುಮನ ಕಾತ್ತೊರು ವೀರ ಸಂದೋರಂ ಚುಮ್ಮಾದೆ ಎನ್ನಾಡು ಕಂದೋರ ಚೂಡನುಮಾನ ಕೊಲಗರಿಯುಳ್ಳೋಡ ಏനും കയ്യോക്കേൻ തന്നേണം കണ്ടോട പണിയില്ല തോര ഉടനടിയിട്ടോര കരാവകാര നന്ന നികാരമില്ല വൈകൾ കടാരേറ്റോ നോക്കാതിടമ്പര നീയൊരുക്കത്തിയാന്നു മോണിൽ തന്നെ പെടാതിരുന്ന കൊള്ളാം വിടഞ്ഞൊടുക്കെ What chunga? What chunga? What chunga? நீ
തോപ്പ് കണ്ട് കുഞ്ഞരി പ്രാവ് മുട്ടുമതി മറന്നൊന്നു പാടാം. പുത്തിരി കത്തിച്ച കൽവിലെ തേനൊലിക്കണ രാവ്, രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണരോള്, മാരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചെറു മുഞ്ചുള്ള നാള്, ഓളുന്ന പത്ത് കിതാബിന്റെ ചോട്ടില് ഓനെഴുതുന്നൊരു രാവ്. രാവോളാണേ രാവോനാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ, ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാതരം, തഞ്ചത്തില് താളത്തില് കാനൂത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടായിട്ടാടാനയാളുണ്ടോ? ഓളിഞ്ഞോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. செவந்து புண்ணாக ஏதோ நானும் ஒளர கொஞ்சம் காதல் வளர உள்ள வைக்கும் வளர அவ வந்தா தேடியே தன்னை நேரம் நிற்குது நோகம் சுக்குது வாட்டத்துக்குதம்மா என்ற பூட்டி வச்சத தொடச்சிட்டம்மா சேர நிற்குது கண்ணழைக்குது புண்ணனங்கிடமா தேங்கி நிற்குது வந்தெடுத்துக்கோமா.
बात प्रेमनिया मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनिया मौसम छे झमाझम नाचे राजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाने सारा जहां सोगा तारा चबीला तारा रंगीला तारा रंग बेर जुए तारी बात पुरमा सुन ले छोरिया नगरिया जब जब घूमे यार तारी कम मारिया यार तारी कम मारिया வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா சர்தா பீடா போல என் பேரத்தான் மெல்லுவா வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா சர்தா பீடா போல என் பேரத்தான் மெல்லுவா எவனு ஏறலாமா கூட வகம் பசுன்னு இவதா ரஜ நகம் சிறிடுவா கிசுன்னு மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா கொஞ்சனா கொஞ்ச கொஞ்ச கொஞ்சத்தேன் நடிச்சிருப்பா புடிச்சா வச்சிக்கையா மனசுல தைச்சிக்கையா வெடிச்சா வெள்ளரிக்கா வேண்டாத ஆள் இருக்கா மை டியர் டார்லிங் ஒன்னு மல்லிகா கூப்பிடா மல்லிகா மை டார்லிங் வாமா தலை ஜலா மெத்தகில் வித்தையலி ஜலிய ஜமாஷலா என்னவோ என் மனசு பால்தான் மாறிச்சு ஒன்னுதான் பார்க்கையில உஷ்ணம் ஏறிடுச்சு மல்லிகை மலையுது குரங்கு கைகளில மார்பில் சுடிக்கிற பாடி நிலா
ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞോളെ ഉന്മാദത്തേനലയും ചുണ്ടിലണിഞ്ഞോളെ രാഗം താളം എന്നാത്മ സംഗീത ശില്പം നീയല്ലേ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാ Thank you. രണ്ട് മാസ്ക് ഉണ്ടാടാ. എന്റെ മാസ്കിന്റെ വള്ളി വെട്ടാറായിരിക്കാടാ. ഉണ്ടെങ്കി താടാ. അതിന് നീ ഏതാ? ഇത് ഞാനാടാ പ്രണവ് പിപി. നീയായിരുന്നാ? നീ ആളാകെ മാറിപ്പോയില്ലടാ. പൊടി മീശയൊക്കെ ഒന്നല്ല. അത് മീശയല്ലടാ. ഇന്നലെ അപ്പം വാങ്ങിച്ചിട്ടുണ്ടെന്ന കറുത്ത മാസ്കിന്റെ കളർ ഇളകിയതാ. പിന്നല്ലേ 10 രൂപയ്ക്ക് 3. പിന്നെ ഒന്നുകൂടെ പേശി പിടിച്ചാൽ 4 പോരും. നീ എന്താണ് താമസിച്ചത്? 2 കൊല്ലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുക. ഇന്നെങ്കിലും നിനക്ക് നേരത്തിനും കാര്യത്തിലും വന്നോടെ. എനിക്ക് വഴിതെറ്റിപ്പോയടി. പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടങ്ങ് പോന്നു. അതിരിക്കട്ടെ, നിന്റെ പേരെന്തായിരുന്നു? ഞാനങ്ങ് മറന്നുപോയടി. ദേവനന്ദ. ഓ, വെരി റെയർ നെയിം. അല്ലടി, നിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? അനീഷ് കുമാർ. ഓ, വെരി വെരി റെയർ നെയിം. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നല്ലത്. അതാവുമ്പോ വല്ല അച്ചപ്പവും കുഴലപ്പവും വല്ലതും കഴിച്ചിരിക്കായിരുന്നു. ഒറ്റ വിചാരമേ ഉള്ളോ? നിനക്കത് പറയാം. കണക്ക് സാറിന്റെ ക്ലാസ്സിലിരുന്ന് മടക്ക് സാധനം നിന്നതിന്റെ ത്രില്ല് അതൊന്നും വേറെയാണ്. എല്ലാരും ഓഡിയോ മ്യൂട്ട് ചെയ്യൂ. ടീച്ചർ, അതിനിത് ഓൺലൈൻ ക്ലാസ് അല്ല. അതെനിക്കറിയാം. നിന്റെയൊക്കെ വായടച്ചു വെക്കാനാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇംഗ്ലീഷ് പോയി പഠിക്കാനേ ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ആ, ഓക്കെ വരുൺ, ഞാൻ ഓർക്കുന്നുണ്ട്. മിടുക്കൻ. കൊറോണ അന്ന് നിറകന്തരെ അടിച്ചിട്ട് ഈ പൾപ്പിസ്റ്റ് മണ്ണയുടെ സ്വഭാവം മാറുന്നില്ലല്ലോ എന്റെ ദൈവമേ. വെറുതെ ബാക്കിയുള്ളവനെ തല്ലുകൊള്ളിക്കാൻ. നീ പോയം പഠിച്ചിട്ടുണ്ടോ? ടീച്ചർ ചോദിച്ചാൽ എന്തോ പറയും? എന്റെ ബാഗിൽ ഉപ്പിലിട്ട നെല്ലിക്കുണ്ട്. അതും വായിലിട്ടുകൊണ്ട് ദയനീയ ഭാവത്തിൽ ഒറ്റ ഇരിപ്പങ്ങിരിക്കണം. കണ്ടാ ടീച്ചർക്ക് പോലും കരച്ചിൽ വരണം. അച്ഛാതി എക്സ്പ്രഷൻ ആയിരിക്കണം. ആ, എല്ലാരും പോയം പഠിച്ചിട്ടുണ്ടല്ലോ. അഭിനവ്, ആദ്യം ആ പോയം ഒന്ന് ചൊല്ലൂ. എന്താ അഭിനവ് ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് റേഞ്ച് ഇല്ല ടീച്ചർ. ഇപ്പൊ നിനക്ക് റേഞ്ച് കിട്ടുന്നുണ്ടോടോ? ഉണ്ടോടോ? ഇപ്പൊ കുറേശ്ശെ കിട്ടുന്നുണ്ട് ടീച്ചർ. ഓരോരോ ഉഡായ്പ കൊണ്ട് വന്നോളും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എന്ത് ചോദിച്ചാലും വായും പൊളിച്ചങ്ങ് ഇരുന്നോണം. ടീച്ചർ ഇങ്ങനെ ലോക്ക്ഡൌൺ ആയ പിന്നെ ഓൺലൈൻ ക്ലാസ് ആക്കുവോ? ഇനി ഓൺലൈൻ ക്ലാസ് ആക്കിയ പഠിപ്പിക്കാൻ വേറെ ടീച്ചറെ നോക്കിക്കോണം. നീയൊക്കെ കാണുന്ന എന്റെ 3 ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയത്. അത് ടീച്ചറെ ക്ലാസ് റൂം ആണെന്ന് കരുതിട്ട് ഡസ്റ്റർ എടുത്ത് ഫോണിൽ എറിഞ്ഞിട്ടല്ലേ? അത് ഞങ്ങളുടെ കുറ്റാണോ? അതൊക്കെ പോട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ്ഡ് ആവാം. അത് വേണോ ടീച്ചറെ? നമുക്ക് നേരിട്ട് ക്ലാസ് തുടങ്ങിയാ പോരെ? നിനക്ക് പഠിക്കാൻ അത്ര മുട്ടുന്നെങ്കിൽ വല്ല പറമ്പിലും പോയേരിയടാ. ടീച്ചർ, എനിക്ക് റിലാക്സ് ആവണം ടീച്ചർ. ഓക്കെ, നിങ്ങൾ പഠിച്ച് വലുതാവുമ്പോൾ ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ. പല്ല് ഡോക്ടർ ആവും. അതാവുമ്പോ ഫുൾ ടൈം വായുമ്പോൾ ചിരിക്കാലോ. ടീച്ചർ, എനിക്ക് പൈലറ്റ് ആവണം. നീ പൈലറ്റ് ആവുമ്പോ നമ്മളെ വീട്ടിൽ റബ്ബറിന് തിരിച്ചടിക്കാൻ വരുവോളിയാ? വെറുതെ വേണ്ടളിയാ, ചായ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ തരാം. ഞാൻ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് ആവുന്ന കാര്യമാണ് പറഞ്ഞത്. അതിന് ഫ്ലൈറ്റ് ഓട്ടിക്കുമല്ലോ, പറപ്പിക്കുമല്ലേ? അതുപോലും അറിയത്തില്ല മണ്ണ. ആ മതി, എല്ലാരും നിർത്തിക്കേ. കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ശുചിത്വം. അവൻ വന്നിട്ടില്ല ടീച്ചറെ. ആര്? ശുചിത്വം, വൃത്തി. നിർത്തിയാ? വാടാ പോവാൻ ടീച്ചർ നിർത്തിയെന്ന്. ഓ, ഈ വൃത്തികെട്ടവന്മാരോട് വൃത്തിയെ പറ്റി പറയാമെന്ന് എന്നെ വേണം തല്ലാൻ. ഇരിയടാ അവിടെ. കുട്ടികളെ, ഇത് കോവിഡ് കാലമാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പരാതിരിക്കാൻ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. ഇത് നമ്മൾ ഫോം വിളിക്കുമ്പോ കേൾക്കുന്ന ഡയലോഗല്ലേ? ഇത് പറയാൻ വേണ്ടിയാണോ ടീച്ചർ ക്ലാസ്സിൽ വന്നത്? ഇത് പറയാനായിരുന്നെങ്കിൽ ടീച്ചറിനെ ഫോം വിളിച്ച് പറഞ്ഞാ പോരായിരുന്നോ? ഹലോ മാഡം, പൊടിക്കൊന്ന് അടങ്ങണം. 2 കൊല്ലം വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് നീയൊക്കെ വലിയ ആളുകളായി പോയോ? ടീച്ചറേ വേണ്ട കേട്ടോ. ഒരു മാധ്യമ പ്രവർത്തകയോടൊക്കെ സംസാരിക്കുമ്പോ ഇച്ചിരി കൂടെ മര്യാദയാവാം. മാധ്യമ പ്രവർത്തകയോ? ഈ പൊടിക്കുപ്പിയോ? അതെ, സ്വന്തമായി ചാനലുള്ള ഒരു മാധ്യമ പ്രവർത്തക. ഏത് ചാനൽ? കുണുക്കിട്ടാട്ടി
ക്രിയേറ്റീവ് വ്ളോഗ്സ് യൂട്യൂബ് ചാനലാണ്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 3. ഇവളും ഇവിടെ അപ്പനും അപ്പന്റെ പെങ്ങളും സുഭദ്രയും. ഇപ്പൊ അതൊരു ട്രസ്റ്റ് ആണ്. ഇരിക്കടേ അവിടെ. അവളും അവളുടെ ഒരു കുണിക്കിട്ടാട്ടിയും. ഞാൻ പറഞ്ഞു വന്നത് കൊറോണയൊക്കെയാണ്. എല്ലാരും ശുചിത്വം പാലിച്ചില്ലെങ്കിൽ വീണ്ടും സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും. പ്രൈവറ്റ് സ്കൂൾ ആയോണ്ട് എന്റെ പണിയും പോകും. അതുകൊണ്ട് എന്റെ പൊന്നു മക്കള് ടീച്ചർ പറയുന്ന പോലെ കേൾക്കണം. യെസ് ടീച്ചർ. ടീച്ചർ പറയുന്നത് ആരും കേട്ടില്ലെങ്കിലും ഈ അഭിനവ് കേസ് കേൾക്കും ടീച്ചർ. ഞാനുണ്ട് ടീച്ചറിന്റെ കൂടെ. ഹോ എന്റെ പൊന്നു മോനെ, നീ പഠിക്കാൻ മണ്ടനാണെങ്കിലും ടീച്ചറിനോട് ഇത്രയും സ്നേഹം ഉണ്ടെന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാരും ഇവനെ കണ്ട് പഠിക്കണം. ടീച്ചറെ, ഈ അഭിനവ് കേസ് എന്റെ മാസ്ക് എടുത്തു. അവ വെച്ചേക്കണത് എന്റെ മാസ്കാ. ഓ എന്റെ പൊന്ന് അഭിനവ് കേസി, നീ ഇത്രയ്ക്ക് മണ്ടനാണോ? അവൾ ഉപയോഗിച്ച മാസ്ക് നീ ഉപയോഗിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലേ? ടീച്ചറെ, ടീച്ചർ അങ്ങനൊന്നും എന്നെ കൊച്ചാക്കല്ലേ. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല ഈ അഭിനവ് കേസി. ഇത് അവൾ ഉപയോഗിച്ച മാസ്ക് ഒന്നും അല്ല. പിന്നെ ഇതെനിക്ക് റോഡിൽ കിടന്ന് കിട്ടിയതാ. എന്റെ ദൈവമേ. സന്തോഷം. ഇനിയും തൊഴിലായിട്ട് വന്നവർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിനി സ്പോർട്സ് ഡേ നടത്താറുണ്ട്. അതുമായിട്ട് തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. അവിടെ നമുക്കറിയാം പിള്ളേരെ കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ പല ഇതുണ്ട്. നമുക്ക് പലപ്പോഴും പല കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ വളരെ നീതീകരിക്കുന്ന രീതിയിൽ ടീമുകളൊക്കെ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ അതിനുവേണ്ടിയൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് അപ്പോൾ ആ രീതിയിലുള്ള പ്രോഗ്രാം നമുക്ക് ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യത്തോടുകൂടിയൊക്കെ വരാറുണ്ട്. പുതിയ കമ്മിറ്റിക്കാർ പറയും. അപ്പം അങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും നമുക്ക് മുന്നോട്ട് വരും. ഫാമിലി ഔട്ടിങ് അങ്ങനെ പലതും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ വലിയ കഷ്ടപ്പാടുണ്ട്. ഒത്തിരി പേര് നമ്മുടെ അത്രയ്ക്ക് തന്നെ സമയമുള്ളവരാണ് മറ്റുള്ളവരും. അവരതിനു വേണ്ടി അധികം എഫേർട്ട് ഇടുന്നു. ആ എഫേർട്ടിനെ നമ്മൾ മാനിക്കണം. നമ്മളുടെ സപ്പോർട്ട് ഇതിനാവശ്യമാണ്. ഇതെല്ലാം നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോകുക. അതിനറിഞ്ഞ് നിങ്ങൾ വന്നതിലും ഈ പരിപാടിയോട് സഹകരിച്ചതിലും നന്ദി പറയുന്നു. തുടർന്ന് ചില ഗെയിമുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊക്കെ സഹകരിക്കുക. പിന്നെ ബിങ്കോയുണ്ട്. ബിങ്കോയെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. അതൊരു ഫണ്ട് റേസിംഗ് ആണെങ്കിൽ പോലും അതിലുപരി നമുക്ക് പ്രൈസ് നേടാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ആർക്കും അറിയത്തില്ലെങ്കിൽ അത് നമ്മൾ ഒരു ഫണ്ണാണ്. പിള്ളേർക്ക് പോലും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയ നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് പിള്ളേരത് എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇതിനെ കൂടുതൽ മനോഹരമാക്കുക. അപ്പം ആ ഒരു സാഹചര്യം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് നമ്മളത് യൂസ് ചെയ്യുകയും ചെയ്യുക. എല്ലാവരെയും ഞങ്ങൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നവർ വളരെ ഹാർദവമായിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഞങ്ങളോട് നേരത്തെ ഉള്ളവർ നിങ്ങൾ പുതിയ ഒന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊക്കെ പല രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ വർഷങ്ങൾ ജോലി ചെയ്തവരായിരിക്കാം. നാട്ടിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്ത് വർഷങ്ങളോളം ഉണ്ടായിരുന്നവരാണ്. അപ്പം നിങ്ങളാരും നിങ്ങളുടെ ജീവിതയാത്രയിൽ പുതുതായിട്ടൊരു സ്ഥലത്ത് എത്തിയെങ്കിലും നിങ്ങൾക്കൊന്നൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിട്ട് ഞങ്ങളാരും കരുതുന്നില്ല. ഇനിയിപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ സഹകരണവും ഞങ്ങൾ തരുന്നതാണ്. പക്ഷേ എനിക്കറിയാം ഞങ്ങൾ പണ്ട് ആദ്യം വന്നവരുടെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല. സോഷ്യൽ മീഡിയ മറ്റൊക്കെ ഉള്ളത് നമുക്ക് കാര്യങ്ങൾ അറിയാനും ഇതിനൊക്കെ എളുപ്പമുണ്ട്. എന്നാൽ പോലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Let's all enjoy some bingo now. Thank you everyone. അടുത്തായിട്ട് നമ്മൾ ബിങ്കോ തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് 2 കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ ഇവിടെ ഫോട്ടോഗ്രാഫറായിട്ട് നമുക്ക് വന്ന് നമ്മുടെ ഈ അസോസിയേഷനിലാണ് നവീൻ എന്നാണ് പേര്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. നിങ്ങൾക്ക് ഇനിയുള്ള എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി എന്തെങ്കിലും എടുക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ ഇവിടെ ഡാൻസ് കളിച്ച ഗോപിക, അവരൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. അതായത് മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, അങ്ങനെ എല്ലാവിധ ഡാൻസുകളും അവരൊരു ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫോൾക്രിക്കിൽ. അതിന് നിങ്ങളുടെ കുട്ടികളെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോപിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗോപിയുടെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മളിവിടെ ഒരു ഹോൾ എടുത്തിട്ട് വീക്കിലി ഒരു ക്ലാസ് അങ്ങനെയുള്ളൊരു പ്ലാൻ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഡാൻസ് കളിക്കാൻ. ഏത് തരം ഡാൻസ് ആയാലും ഗോപി അത് ഓക്കെയാണ്. ഈവൻ സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, കൊറിയോഗ്രാഫി ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗോപിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിങ്കോ തുടങ്ങാൻ പോവുകയാണ്. പുതുതായിട്ട് കളിക്കുന്നവർക്കാണെങ്കിൽ പറയാം, ഇതാണ് ഒരു സ്ലിപ്പ്. ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്കതിനെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഓർമ്മത്തിൽ വെച്ച് പറയാം. ഇത് നമുക്ക് കാണാം വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലായിട്ടും. ഇപ്പോൾ 3 ലൈൻ നമ്പറുകളുണ്ട്. അപ്പോൾ ഓരോ നമ്പർ ബിങ്കോ എന്ന് പറയണം. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ടിന് അടുത്തുള്ള കിട്ടുന്നെങ്കിൽ
ആർക്കും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ ബിങ്കോ എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് പ്രൈസ് കിട്ടുള്ളൂ. അപ്പം തന്നെ ഇവിടെ വന്ന് പ്രൈസ് മേടിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ലൈൻ ഫുള്ളായി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ലൈനാണ് ഫുള്ളായതെങ്കിൽ പിന്നെ സെക്കൻഡ് ലൈനും തേർഡ് ലൈനും വേണ്ടിയായിരിക്കും പിന്നീട് കളിക്കുക. പക്ഷേ അതേസമയം നിങ്ങൾ വീണ്ടും ഫസ്റ്റ് ലൈന് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ലൈന് പ്രൈസ് കിട്ടിയാൽ സെക്കൻഡിനും തേർഡിനും വേണ്ടി കളിക്കും. പക്ഷെ വീണ്ടും ഫസ്റ്റ് മാർക്ക് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഹൗസിന് വേണ്ടി. അതായത് അത് കഴിഞ്ഞ് ഈ 3 ലൈനും ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹൗസിന് വേണ്ടിയുള്ള പ്രൈസ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പം ഒരു 4 കൂട്ടിയുള്ള നമ്പർ വന്നു. അപ്പം നിങ്ങൾ മൊത്തം തപ്പേണ്ട കാര്യമില്ല. ആദ്യത്തെ ലൈന് 1, 2, 3 എന്നുള്ളതായിരിക്കും. രണ്ടാമത്തേൽ 10 പോലെ, അങ്ങനെ പിന്നെ 20 പോലെ. അപ്പം നിങ്ങളോടൊരു 32 പറയുകയാണെങ്കിൽ നിങ്ങൾ ആ 3ന്റെ ലൈന് മാത്രം നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടിപ്പോൾ ഒരു 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4ന്റെ ലൈന് മാത്രം നോക്കിയാൽ മതി. മൊത്തം കിടന്ന് തപ്പേണ്ട കാര്യമില്ല. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അത് നോക്കാൻ വേണ്ടി. അപ്പൊ അതിനനുസരിച്ച് ഇതിലേതെങ്കിലും വരുന്നതനുസരിച്ച് സ്കോർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ നമ്പർ 1616. 1616. അടുത്ത 7171. 7171. അടുത്ത 4242. 4242. 7272. 7272. 3434. 3434. 6363. 6363. Number 1. Single number ആണ്. Number 1. 6868. 6868. 7575. 7575. 1414. 1414. 6565. 6565. 5353. 5353. Number 4. Single number. Number 4. 5858. 5858. 8787. 8787. 4343. 4343. Single number. Number 3. Single number ആണ്. Number 3. 7777. 7777. 6767. 6767. 2525. 2525. Number 20. 20. Number 20. 1010. Number 10. 10. 4848. 4848. Number 11. 11. Number 11. 2828. 2828. 3232. 3232. 3535. 3535. 6161. 6161. 8282. 8282. 3838. 3838. Number 7. Single number. Number 7.
26, 26. 26, 26. 39, 39. 39, 39. 74, 74. എർവിനാണോ? നിങ്ങളെ ലൈൻ പറയണേ. നടുക്കത്തെ ലൈനാണോ? നടുക്കത്തെ ലൈൻ പോയി. നമ്പർ ചെക്ക് ചെയ്യുവാണ്. Number 10, number 20, number 39, number 53 and number 67. അപ്പോൾ മിഡിൽ ലൈൻ പോയി, മിഡിൽ ലൈൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കളിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്, പിന്നെ ഫുള്ള്. അങ്കിൾ ഇച്ചിരി സ്ലോ ആയിട്ട്. ഒരാൾ പറഞ്ഞ് സ്ലോ ചെയ്യാൻ, ഒരാൾ പറഞ്ഞ് സ്ലോ ചെയ്യേണ്ടത്. 49, 49. അവിടെ അടുത്ത ഒരാൾ ഒരു ലൈനിൽ വന്നിരിക്കുന്നു. 49, 49 ആണ് നമ്മുടെ ലാസ്റ്റ് നമ്പർ. ബോട്ടം ലൈൻ ആണ് നമ്മൾ ചെക്ക് ചെയ്തോട്ട്. നമ്പർ 40, നമ്പർ 49, നമ്പർ 53, നമ്പർ 68 ആൻഡ് നമ്പർ 71. അപ്പോൾ ബോട്ടം ലൈൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ടോപ്പ് ലൈൻ ആൻഡ് ഫുള്ള്. ടോപ്പ് ലൈന് പിന്നെ ഫുള്ളാണ്. Fantastic. 15, 15. 15. 23, 23. 23. 46, 46. 46. 69, 69. 69, 69. 18, 18. 18. 51, 51. 51, 51. 78, 78. 78, 78. 90, 90. 90, 90. 52, 52. 52, 52. 70, 70. 70, 70. 36, 36. 36, 36. അവിടെ വീണ്ടും ഒരു ടോപ്പ് അടിച്ചിരിക്കുകയാണ്. ഫോർമർ പ്രസിഡന്റ്. രണ്ടുപേർക്ക് ഒരുപോലെ അടിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. റോബിൻസൺ അടിച്ചോ? മൂന്ന് പേർക്കാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, one 0 3-2 5-2 6-1 and 78.
15, 36, 42, 69, 90. Number 1, 36, 46, 67 and 87. 3 പേർക്ക് അടിച്ചിട്ടുണ്ട്. ആക്ച്വലി സോമിക്ക് കഴിഞ്ഞ കളത്തിൽ അടിച്ചായിരുന്നു. പക്ഷേ സോമി ബിങ്കോ വിളിക്കാൻ മറന്നുപോയതാണ്. അല്ലേ, കണ്ണാടി വെച്ചില്ലായിരുന്നു സോമി, അതാണ് പ്രശ്നം. എല്ലാവർക്കും 5 കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. എല്ലാവർക്കും 5 കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് ഫുള്ളാണ്. 20 പൗണ്ടാണ് ഫുള്ളിന്. 20 പൗണ്ടാണ് ഫുള്ളിന്. ഇപ്പൊ 13 ആണ് നമ്മൾ ലാസ്റ്റ് നമ്പർ കളിച്ചത്. 81, 81, 81, 81, 27, 27, 27, 27, 79, 79, 79, 79, 30, 30. അടുത്ത നമ്പർ പറയുന്നതിന് മുമ്പ് ബിങ്കോ വിളിച്ചോണം, മിസ്സായി പോകരുത്. 83, 83, 83, 83, 56, 56, 56, 56, 62, 62, 62, 62, 37, 37, 37, 37. Number 5, single number, number 5. 55, 55, 55, 55. അവിടെ ബിൻസയ്ക്ക് ഫുൾ അടിച്ചിരിക്കുകയാണ്. Bingo. Number 14, number 30, number 43, number 63, number 82, number 3, number 37, number 49, number 52, number 72, number 4, number 15, number 27, number 55 and number 77. Bingo! ഇവിടുത്തെ ബിങ്കോ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി സത്യം പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് വളരെ കഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ പരിപാടിക്ക് വേണ്ടി. വളരെ ആത്മാർത്ഥമായിട്ട് കമ്മിറ്റി മെമ്പേഴ്സ് മാത്രമല്ല, എല്ലാ ആൾക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ 2 വാക്ക് പറയാൻ നമ്മുടെ സെക്രട്ടറി മെൽവിനെ ഞാൻ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ആഘോഷങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരുമാണ് നമ്മുടെ ഈ പരിപാടികളെല്ലാം മനോഹരമാക്കാനായിട്ട് നമ്മൾ സഹകരിക്കുന്നത്, ഇതിനെല്ലാം ഭംഗിയാക്കി തീർക്കുന്നത്. അപ്പോൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു നന്ദി പറയുക എന്നതിന് വേണ്ടിയാണ്. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ കൂട്ടായ്മയുടെ പ്രസിഡന്റിന് തന്നെയാണ്. നമുക്കറിയാം, ഇന്നിവിടെ തുടക്കം മുതലേ അവസാനം വരെ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത്
നമ്മുടെ റോബിൻ ചേട്ടനാണ്. അപ്പോൾ പ്രത്യേകമായി റോബിൻ ചേട്ടന് എൻ്റെ സ്നേഹം നിറഞ്ഞ് നന്ദി പറയുകയാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ആങ്കർമാരായി നിന്ന് നമ്മുടെ ഷീജ ചേച്ചിയും നമ്മുടെ അന്നമോളാണ്. അപ്പം നമുക്കറിയാം ഒരു നൂല് കൊണ്ട് നമ്മൾ നെയ്ത് നമ്മളൊരു നല്ല ഉടുപ്പുണ്ടാക്കുന്നത് പോലെ നമ്മുടെ ഈ പരിപാടികളെല്ലാം ഇങ്ങനെ പല കളറുള്ള നൂലുകൾ കൊണ്ട് നെയ്ത് നല്ല ഭംഗിയുള്ള ഒരു കുപ്പായം പണിത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ അവരെ അവതരിപ്പിക്കുകയുണ്ടായി. അവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമ്മുടെ മക്കളെല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി പല മെമ്പേഴ്സും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അവരവരുടെ ജോലി തിരക്കുകളുടെ ഇടയിലും അവർ ഒരുമിച്ച് കൂടി പ്രാക്ടീസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി പറയുകയാണ് നമ്മുടെ കമ്മിറ്റിയിലേക്ക്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ പ്രാവശ്യത്തെ പരിപാടിയിൽ പ്രത്യേകം നല്ലൊരു സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിന് കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സ്റ്റെഫിനും ബെന്നറ്റും ടീമിനാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് അവർ വളരെ അവർക്കും ജോലി തിരക്കുണ്ട്. അവർ ആ ജോലിയുടെ ഇതിലെ അവസരത്തിൽ അവർ ഇതെല്ലാം കൊണ്ടുവരികയും ഇതെല്ലാം സെറ്റ് ചെയ്യുകയും നമുക്ക് വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള ഒരു ശബ്ദം നമുക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ നമുക്കറിയാം ഇവിടെ വളരെ സെറ്റിംഗ് ഒക്കെ കൂടെ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തു. നവീനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ കൂട്ടായ്മയിൽ പുതുതായിട്ട് കൂടുതൽ ഫാമിലികൾ നമ്മളംഗങ്ങളായിട്ട് ചേർന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അതുപോലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുവാനായിട്ട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരിക്കൽ കൂടെ പിന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ്, ഇവരെല്ലാവരും നമ്മുടെ ഈ പരിപാടികൾ മനോഹരാക്കാനായിട്ട് രാപ്പകല് അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ അധികം ദീർഘിക്കുന്നില്ല. അതിനു മുമ്പായിട്ട് ഈ വർഷത്തെ പരിപാടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു. ഇനിയും പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അത് ആ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ഒരു രണ്ട് പേരെ ഞാൻ പരിചയപ്പെടുത്തുമല്ലോ. നമ്മുടെ അസോസിയേഷൻ ഉള്ളതാണ്. നമ്മുടെ ബെനറ്റ് സ്റ്റെഫിനുമാണ്. അവർ ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റുകളൊക്കെ അവർ എല്ലാം നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതാണ്. സിസ്റ്റം ആയാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു ഇവന്റിന് വേണ്ടി എല്ലാം അവർ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ അസോസിയേഷനിലെ രേഷ്മ സതീശൻ ഒരു ആർട്ട് ക്ലാസ് തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ആർട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രേഷ്മ സതീഷുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഫുഡാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് അതിലോട്ട് തിരികണം. വെച്ചാൽ അതിൻ്റെ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗെയിംസ് എല്ലാം നിർത്തുവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ 9 മണിയായി. 11 മണിക്ക് നമ്മൾ ഹോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനി ഫുഡിലോട്ട് പോവുകയാണ്. നിങ്ങളുടെ കണ്ണെല്ലാം തിരിച്ചു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്ത സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടി നടത്തിയിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. നിങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് എല്ലാ പിള്ളേർക്കും നമുക്കൊരു ഈസ്റ്റർ സമ്മാനം കൊടുക്കുന്നതാണ്. എല്ലാ പിള്ളേർക്കും നൈജോ നമ്മുടെ ഈസ്റ്റർ എഗ് മക്കൾക്ക് കൊടുക്കാനുള്ള അതുപോലെ നമ്മുടെ ഈ സ്കിറ്റിന് നമ്മുടെ ആദ്യത്തെ ഈസ്റ്ററിന്റെ സ്കിറ്റിന് ഈ അതിൻ്റെ ആ കല്ലറകളൊക്കെ പറഞ്ഞ ഷൈനാണ്. ഷൈന് നമ്മളൊരു ബിഗ് താങ്ക്സ് കൊടുക്കണം. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഷൈനായി ചെയ്തത്. ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും
ഇവിടെ വന്നിരുന്ന എല്ലാ മക്കളും ഇങ്ങോട്ട് മുന്നോട്ട് വരും. എല്ലാവർക്കും ഓരോ സമ്മാനമുണ്ട്. എല്ലാരും വന്നേ, എല്ലാരും വന്നേ, മക്കളെല്ലാം മുന്നോട്ട് വന്നേ. എല്ലാരും മുന്നോട്ട് വന്നേ. എല്ലാവർക്കും ഒരു ഈസ്റ്റർ സമ്മാനമുണ്ട്.
നടന്നോരത്താരോ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കടന്നോരും വിദ്യാക്കാകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఏ రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఆ కుర్చీని మార్చబెట్టి చిన్నతి పొరి కొంజలే చిరి కొట్టితా తిరిగే വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തി